ഹായ്, ഡ്രീം ഇറ്റ്, ബിലീവ് ഇറ്റ്, ഡു ഇറ്റ്. പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ജീവിതത്തിലെ പാഷൻ കണ്ടെത്തി ഡെസ്റ്റിനി തീരുമാനിച്ച് ആ ഡെസ്റ്റിനിയിൽ എത്താനുള്ള വഴികളും ടിപ്സും ഫോർമുലാസുമാണ് ഈ വീഡിയോകൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം വീഡിയോ ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ന് നമ്മൾ വരുന്നത് ഒരു പുതിയ സ്റ്റോറിയുമായിട്ടാണ്. സ്റ്റോറി മറ്റൊന്നുമല്ല, രണ്ട് കുട്ടിക്കാല സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു. 5 വയസ്സിന് മുമ്പ് അവർ ഒരു ഗ്രാമത്തിൽ ഒന്നിച്ച് കളിച്ച് വളർന്നവരാണ്. പിന്നീട് അതിൽ ഒരാൾ കുടുംബം മാറി ഒരുപാട് ദൂരമുള്ള ഒരു സ്ഥലത്തോട്ട് കുടുംബം മാറി താമസിച്ചു. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം, ഏകദേശം 50 വർഷങ്ങൾക്ക് ശേഷം, ഈ മാറി താമസിച്ച വ്യക്തി തൻ്റെ മുൻ ഗ്രാമത്തിലോട്ട് ഈ സുഹൃത്തിനെ കാണാൻ വരികയാണ്. അങ്ങനെ തേടിപ്പിടിച്ച് ഈ ഗ്രാമത്തിൽ എത്തി തൻ്റെ സുഹൃത്തിൻ്റെ വീട്ടിൽ വന്നു. തൻ്റെ സുഹൃത്ത് അപ്പോൾ നല്ല ഡ്രസ്സ് ധരിച്ച് വെൽ ഡ്രസ്ഡ് ഒരു കട്ടിലിൽ കിടക്കുകയായിരുന്നു. ഇയാൾ വിചാരിച്ചു കട്ടിലിൽ കിടന്ന് റെസ്റ്റ് എടുക്കുകയായിരുന്നു. അങ്ങനെ ഇയാള് വന്നപ്പോഴും പെട്ടെന്ന് എണീറ്റില്ല. കുറെ കഴിഞ്ഞപ്പോൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു, എഴുന്നേറ്റ് ഇരുന്നു. അപ്പോൾ ഇദ്ദേഹം ഈ സുഹൃത്തിനോട് പഴയ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ വന്ന ആൾ വിചാരിച്ചു ഇയാൾക്ക് വല്ല രോഗം കൊണ്ട് നടക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇരിക്കാൻ പറ്റാത്ത വല്ല അവസ്ഥയും ഉണ്ടാകും എന്നാണ്. അപ്പോൾ ഇയാൾ ചോദിച്ചു, അല്ല നിങ്ങൾ എന്താണ് ഈ കട്ടിൽ ഇങ്ങനെ കൂടുതൽ സമയം കിടക്കുകയാണോ, എന്താണ് കാരണം എന്ന് ചോദിച്ചപ്പോൾ ഇദ്ദേഹം തൻ്റെ സ്റ്റോറി വിശദീകരിക്കുകയാണ്. അത് ഇങ്ങനെയാണ്: ഞാൻ കുട്ടിക്കാലത്ത് ഒരുപാട് നടക്കാൻ ശ്രമിച്ചു. എന്ന് പറഞ്ഞാൽ സാധാരണ കുട്ടികൾ ചെയ്യുന്ന പോലെ നടക്കാൻ ഒരു കട്ടിലോ മറ്റോ കുത്തിപ്പിടിക്കും, അങ്ങനെ വീഴും, വീണ്ടും ശ്രമിക്കും, അങ്ങനെ നടന്ന് പഠിക്കുകയാണ് സാധാരണ കുട്ടികൾ ചെയ്യാറ്. ഇദ്ദേഹം കുട്ടിക്കാലത്ത് അങ്ങനെ ശ്രമിച്ചപ്പോൾ ഒന്നാമത്തെ ശ്രമത്തിൽ മറിഞ്ഞു വീണപ്പോൾ മാതാവിൽ നിന്ന് നല്ല പൊതിരെ തല്ല് കിട്ടി. വീണ്ടും ശ്രമിച്ചപ്പോഴും കഥ ഇത് തന്നെയാണ്. അങ്ങനെ കുട്ടി 5-6 പ്രാവശ്യം ശ്രമിച്ചു, പരാജയപ്പെട്ടപ്പോൾ ഈ ശിക്ഷ മാത്രം ബാക്കിയായി. അപ്പോൾ ഈ മനുഷ്യൻ പറയുകയാണ്, അന്ന് എനിക്ക് മനസ്സിലായി ഞാൻ നടക്കാൻ വിചാരിച്ചാൽ നടക്കില്ല, എന്നെക്കൊണ്ട് നടക്കാൻ സാധിക്കുകയില്ല എന്ന് എൻ്റെ മനസ്സ് എന്നോട് പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇന്നും ഈ നിലയിലെത്തിയത്. ഇന്നും എനിക്ക് നടക്കാൻ സാധിക്കില്ല. എനിക്ക് വയസ്സ് 50-ൽ കൂടുതലായി, നിനക്കും അതുപോലെയുള്ള വയസ്സായിട്ടുണ്ടല്ലോ, നമ്മൾ സമപ്രായക്കാരനാണ്. അങ്ങനെ ഞാൻ ഈ കോലത്തിലായി. ഇത് കഥയാണെങ്കിലും ഇതിൽ നിന്ന് നമുക്ക് ഒരുപാട് പാഠം ഉൾക്കൊള്ളാനുണ്ട്. നമുക്ക് മാൻ ഈസ് ബോൺ ടു വിൻ ബട്ട് കണ്ടീഷൻസ് ഫെയിൽ ഹിം. എല്ലാ മനുഷ്യരും ജനിക്കുന്നത് വിജയിക്കാനാണ്, പക്ഷെ ജീവിതത്തിലെ സാഹചര്യമാണ് അവനെ പരാജയപ്പെടുത്തുന്നത്. നമുക്ക് ഇന്ന് തന്ന ബുദ്ധിയും വിവേകവും കുട്ടിക്കാലത്ത് നമുക്ക് ദൈവം തരികയാണെങ്കിൽ നമ്മളെ അവസ്ഥ ഏത് കോലത്തിലാണ് നാം ചിന്തിക്കുക? ഇദ്ദേഹത്തിന് അന്ന് തന്നെ ഈ ബുദ്ധി കൊടുത്തതിൻ്റെ പേരിലാണ് അദ്ദേഹം ഇന്ന് ഈ കിടപ്പിലായി കൊണ്ടിരിക്കുന്നത്. അപ്പോൾ താങ്ക്സ് ടു ഗോഡ് നമുക്ക് ഇന്നത്തെ വിവേകവും ബുദ്ധിയും ചെറുപ്പകാലത്ത് നമുക്ക് തരാത്തതിന് നമുക്ക് ഗോഡ്സിനോട് നന്ദി പ്രകാശിപ്പിക്കാം.
ഓക്കെ, ഇത്തരം എക്സൈറ്റിംഗ് മോട്ടിവേഷണൽ ടിപ്സ് ആൻഡ് സ്റ്റോറീസ് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തു തന്നെ നമുക്ക് പുതിയൊരു വീഡിയോയും വരാം. താങ്ക്സ് ഓൾ.